മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീന സ്റ്റാൻലിയുടെ കൂടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അലീനയ്ക്കാണെങ്കിൽ ആകെപ്പാടെ പേടിച്ച് വിറച്ചാണ് വന്നിരിക്കുന്നത്. സ്റ്റാൻലിക്കാണെങ്കിൽ ഫുഡ് കഴിക്കുമ്പോഴും ഓരോ നിയമമാണ്. സൗണ്ട് കേൾക്കല്, സൗണ്ട് എടുത്ത് ചവയ്ക്കൽ, അങ്ങനെയൊക്കെ ഓരോ നിയമങ്ങളാണ്. അപ്പോൾ അതൊക്കെ ആൻ്റപ്പം പറഞ്ഞു എടുത്തിട്ടുണ്ട്. അങ്ങനെ ആകെപ്പാടെ ഭയന്ന് വിറച്ചാണ് ആഹാരമൊക്കെ എടുക്കുന്നത്. അങ്ങനെ കറിയൊക്കെ എടുക്കുമ്പോൾ താഴെ വീഴുന്നുണ്ട്. അതൊക്കെ സ്റ്റാൻലിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ആൻ്റപ്പനും പൗലോസ് ഇതൊക്കെ കണ്ട് ചിരിക്കുന്നുണ്ട്. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അത് അറിഞ്ഞുകൂടാത്തോണ്ടല്ലേ, പതുക്കെ പഠിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആകപ്പാടെ പേടിച്ച് വിറച്ചിരുന്ന് ആഹാരം കഴിക്കുകയാണ്. ഇതൊക്കെ അലീനയ്ക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ മുറിയിൽ പോയിരുന്ന് ഓരോന്ന് ആലോചിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ മനു ആണെങ്കിൽ കൊല്ലപ്പള്ളിയിലേക്ക് വരികയാണ്. അപ്പോൾ വരുമ്പോഴും അലീനെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. അങ്ങനെ കാറ് കൊണ്ടുവന്നിരുമ്പോഴും പിന്നെ സങ്കടത്തോടെ ഇനി കാറിനകത്തിരുന്ന് അലീനെക്കുറിച്ച് ആലോചിക്കുകയാണ്. എന്നിട്ടിങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ഇത്രയും നേരമായിട്ട് അവളൊന്ന് വിളിച്ച പോലും ഇല്ല, ഒരു കാര്യവും അവിടുത്തെ അറിയാൻ പറ്റുന്നില്ല, എന്നെ ഒന്ന് വിളിക്കണമെന്ന് പോലും തോന്നിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം നേരെ അകത്തേക്ക് കയറിയാണ്. മനു സങ്കടപ്പെട്ട് വരുന്ന കണ്ട് ഗംഗാധരൻ ചെന്ന് മനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തായി, നീ വൈജയെ കൊണ്ടുവന്ന് അവിടെ വിട്ടോ എന്ന് ചോദിക്കുകയാണ്. ആ വിട്ട്. നീ എന്താടാ ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്ന, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അലീന പോയത് കൊണ്ടാണോ എന്ന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്. ആ അങ്കിളെ, അവൾ പോകാൻ നേരത്ത് എനിക്കവിടെ കാണണമെന്നുണ്ടായിരുന്നു, അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു, അവളെ യാത്ര ആക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അവൾ പോയിട്ടൊന്ന് വിളിച്ച പോലും ഇല്ല എന്ന് പറയാണ്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, അവിടെ ചെന്ന് പതുക്കെ ആ വീട്ടുകാരുമായിട്ടൊക്കെ സെറ്റ് ആവണ്ടേ, അതിനെടുക്കുന്ന സമയമായിരിക്കും, നീ വിഷമിക്കാതെ എന്ന് പറയുന്നുണ്ട്. വൈജ എങ്ങനെയുണ്ട്, വൈജ അവിടെ ചെന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്. എന്താ ആൻറ്റിക്ക് എന്തോ പ്രത്യേകിച്ച് എന്താ ഒരു മാറ്റം ഉള്ളത്, ഒരു മാറ്റവും ഇല്ല, പഴയതുപോലെ ചെന്ന് സാമ്രാജ്യം പിടിച്ചെടുത്ത പോലെ ധാർഷ്ട്യം തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ ആവുമെന്ന് ആർക്കും അറിയത്തില്ല. ബാലചന്ദ്രൻ അങ്കിളിനെ ചോദ്യം ചെയ്യുകയും അലീനയ്ക്ക് പുതിയ ഡ്രസ്സും സ്വർണവും വാങ്ങിച്ചു കൊടുത്തെന്നും പറഞ്ഞ് ഓരോ പ്രശ്നങ്ങളും അങ്കിളിൻ്റെ ലാപ്ടോപ്പ് എടുത്ത് നോക്കി അതിൽ നിന്ന് കുറ്റം കണ്ടെത്തി അങ്കിൾ വരുമ്പോൾ ചോദിക്കാനൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ആൻറ്റി അവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു നടയ്ക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല വല്യച്ഛ എന്ന് പറയുന്നുണ്ട്. ഈ സമയത്താണ് ശിവനും അതേപോലെ കമല അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ കമല എടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെ ശിവനും അതുപോലെ ഗംഗാധരനും ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഉടനെ മനു വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പം ചോദിക്കുന്നുണ്ട്, എന്താടാ നീ വിഷമിച്ചിരിക്കുന്നത്, നിൻ്റെ ആരെങ്കിലും ചത്തുപോയോ എന്ന് കമല ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മനുവിന് ദേഷ്യം വരുന്നുണ്ട്. ശിവശങ്കരൻ പറയുന്നുണ്ട്, ഇനി എങ്ങനെയെങ്കിലും ഹരിയുടെ കേസും കൂടെ ഒന്ന് ശരിയാവണം, ആ പെൺകുട്ടി മൊഴി മാറ്റി പറഞ്ഞാലേ ഹരിക്ക് ജാമ്യം കിട്ടത്തോളം എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ കമല പറയാണ്, അവളെപ്പോലുള്ളവന്മാരെയൊക്കെ നശിച്ചു പോകത്തേ ഉള്ളൂ, ഒരിക്കലും ഗുണം പിടിക്കത്തില്ല എന്നൊക്കെ കമല പറയുന്നുണ്ട്. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, നീ ആവശ്യമില്ലാതെ ആ പെൺകുട്ടിയെ പ്രാവുന്ന എന്തിനാ, നമ്മുടെ മോൻ തെറ്റിയതിന് ആ കൊച്ചിനെ എന്തിനാ പറയുന്നതെന്നൊക്കെ ശിവൻ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ കമല പറയാണ്, ഞാൻ അവളെ അങ്ങനെ പറയത്തുള്ളൂ, എൻ്റെ മോനെ കൈയും കണ്ണും കാണിച്ച് പ്രലോഭിപ്പിക്കാൻ നോക്കി, അവളുടെ വലയിൽ അവൻ വീഴാത്തതുകൊണ്ട് പീഡന കേസ് എൻ്റെ കൊച്ചിനെ കുടിക്കുക എന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ശിവനും അതേപോലെ ഗംഗാധരനും ദേഷ്യം വരുന്നുണ്ട്. എന്തൊക്കെ നീ പറയുന്നതെന്ന് ശിവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, പിന്നെ അവൾക്ക് വേണ്ടി കൂട്ടി നിന്ന മറ്റവളുടെ കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം. വൈജയുടെ വീട്ടിൽ ജോലിക്ക് വന്നിട്ട് എന്താ അവസാനം സംഭവിച്ചത്, വൈജ അവിടുന്ന് പുറത്തായി, അവൾ അവിടുത്തെ വീട്ടുകാരിയുമായി പിന്നെ ബാലചന്ദ്രൻ്റെ മകളാണെന്നും പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് അവിടെ ബാലചന്ദ്രൻ്റെ കൂടെ കഴിഞ്ഞ്, ഇങ്ങനെയുള്ളവളൊക്കെ എങ്ങനെ വിശ്വസിക്കാനാ എന്ന് പറയാണ്. പിന്നെ ഇവിടെ ഉണ്ട് കുറേ പേര് അവളെ സ്തുതിക്കുന്നവർ, അതേപോലെ തന്നെ ഇവിടെ പലരെയും കണ്ണും കൈയും കാണിച്ച് അവളും വളയ്ക്കാൻ നോക്കിയിട്ടുണ്ട്, അതിൽ വീണവരും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മനുവിനെയും ഓരോന്ന് പറയുന്നുണ്ട്. ഇത്രയും പെൺപിള്ളേരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് അലീനെ സംസാരിക്കുമ്പോൾ മനു ആണെങ്കിൽ അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കണം, അമ്മയ്ക്ക് ഇപ്പം എന്താ പ്രശ്നം, അലീനെ അവിടുന്ന് പോയല്ലോ പിന്നെ എന്താ പ്രശ്നമെന്നും ചോദിച്ചുകൊണ്ട് മനു ആണെങ്കിൽ ദേഷ്യം പറയാണ്. എന്താടാ അവളെ പറഞ്ഞപ്പം നിനക്കെന്താ ദേഷ്യം വന്നെന്ന് ചോദിക്കുകയാണ്. അപ്പം മനുവിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം പറയാണ്, എനിക്ക് ദേഷ്യം വന്ന്, അവളെ പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല, അമ്മ ഈ പറയുന്ന പോലെ അവൾ അത്ര മോശക്കാരിയൊന്നും അല്ലെന്ന് എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം, പിന്നെ അമ്മ പറഞ്ഞതൊന്നും ആക്കുകയും വേണ്ട, അതുകൊണ്ട് അലീനെ ഇങ്ങനെ പറയുന്ന വർത്തമാനം അമ്മ നിർത്തിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് കമല ഒന്ന് ഭയക്കുന്നുണ്ട്. കാരണം മനു പെട്ടെന്ന് തന്നെ മനുവിൻ്റെ മുഖമൊക്കെ അങ്ങ് മാറുന്നുണ്ട്, കമലയുടെ നേരെയുള്ള ഭാഷയും ഒക്കെ മനുവിൻ്റെ മാറുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ കമല ഒന്ന് പേടിക്കുന്നുണ്ട്. അതിനുശേഷം മനു ദേഷ്യം അങ്ങ് കയറിപ്പോവാണ്. അപ്പം ശിവൻ ചോദിക്കുന്നു, നിനക്ക് എന്തിൻ്റെ കുഴപ്പമാണ്, അവനെ മുന്നിൽ നിന്ന് ഇങ്ങനെ അലീനെ ഓരോ കുറ്റം പറയാനും എപ്പോഴും അലീനെയും കുറ്റം പറഞ്ഞിട്ട് നിനക്ക് നടക്കാൻ നാണമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്ക് കമല പറയാണ്, ഞാൻ പറയുമ്പോഴാണ് കുറ്റം, അവൾ ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, കമലയാണെങ്കിൽ ഇപ്പം അലീനെ കുറ്റം പറഞ്ഞു, പക്ഷേ ഹരിയുടെ ഭാഗത്തുള്ള തെറ്റ് കമല പറഞ്ഞോ, ഇല്ല, അലീനയുടെ കയ്യിലും അതേപോലെ ആ ശരണ്യ എന്ന് പറയുന്ന കൊച്ചിൻ്റെ കയ്യിലും ആ തെറ്റെന്നാണ് കമല ഇപ്പം പറഞ്ഞു വെച്ചത്. പക്ഷേ ഹരി നല്ലവനാണെന്നും ആ പറയുന്നത്, പക്ഷേ എല്ലാവർക്കും അറിയാം ഹരി ചെയ്ത തെറ്റ് എന്താണെന്നും അതിൻ്റെ ആഴം എന്താണെന്നും എല്ലാവർക്കും അറിയാം. കമല കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കുക എന്ന് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കമലയ്ക്ക് നല്ല ദേഷ്യം വന്ന് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. നല്ല സങ്കടത്തോടെ മുറിയിൽ ചെന്നിരിക്കുകയാണ്. അലീനയാണെങ്കിൽ
പോയിട്ടൊരു വിവരവുമില്ല. അലീന ഒന്ന് വിളിച്ച പോലില്ല. അതിൻ്റെ ഒരു സങ്കടത്തിൽ മനു ഇരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കമലയാണെങ്കിൽ അലീനയെ കുറേ കുറ്റം പറഞ്ഞു. എല്ലാം കൂടെ ആയപ്പോൾ മനുവിന് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ അലീനയാണെങ്കിൽ മുറിയിൽ ചെന്ന് വിഷമത്തോടെ ഇരിക്കുകയാണ്. കാരണം ഇവിടുത്തെ നിയമങ്ങളും ചിട്ടകളൊന്നും അലീനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അലീന ഒറ്റപ്പെട്ട പോലെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നെടുമ്പൊരിക്കലാണെങ്കിൽ കൃഷ്ണമോളും ബബിതയും എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഒറ്റപ്പെട്ട് മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ഭയങ്കര സങ്കടത്തോടെ ഒറ്റപ്പെട്ട പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് മനുവിനെ ഒന്ന് വിളിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ അലീന ഫോൺ എടുത്ത് മനുവിനെ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് മുറിയിൽ വിഷമിച്ചിരുന്ന മനു ആണെങ്കിൽ അലീനയുടെ കോൾ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷത്തോടെ എടുക്കുന്നുണ്ട്. അലീന എന്തുണ്ടെന്ന് ചോദിച്ചുകൊണ്ടാണ് മനു എടുക്കുന്നത്. മനുവേട്ടാ, ഞാനിപ്പം കുളത്തൂപ്പുഴയിലാണെന്ന് പറയാണ്. എങ്ങനെയുണ്ട് അവിടുത്തെ സാഹചര്യം എന്നൊക്കെ മനു ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല, അച്ഛൻ എന്നെ ഇവിടെ ആക്കിയിട്ട് പോയെന്ന് പറയാണ്. അപ്പം എനിക്ക് ആകപ്പാടെ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു മനുവേട്ടാ. ഞാൻ ഒറ്റയ്ക്കായി. മനുവേട്ടൻ എൻ്റെ കൂടെ എപ്പോഴും കാണണേ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മനു പറയാണ്, നീ വിഷമിക്കണ്ട. ഞാൻ അടുത്തില്ലെങ്കിലും അടുത്തുള്ളതുപോലെയാണ്. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം. ഞാൻ അടുത്ത് തന്നെയുണ്ട്. നിന്നിൽ നിന്ന് ഒരിക്കലും ഞാൻ ദൂരെ പോകത്തില്ല എന്നൊക്കെ മനു പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമവും അതുപോലെ സന്തോഷമാവുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ഇവിടെ വലിയ വീട്, ഒന്നിനും ഒരു കുറവും ഇല്ല. പക്ഷേ ഒറ്റപ്പെട്ട പോലെ മനുവേട്ട ഈ വീട്ടിൽ ഒറ്റപ്പെട്ട പോലെ തന്നെയാണ് എപ്പോഴും തോന്നുന്നത്. ആരും ഇല്ലാത്തതുപോലെ തോന്നുന്നൊക്കെ അലീന ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ കേണൽ സാബു എൻ്റെ പപ്പയ്ക്ക് ഓരോ ചട്ടങ്ങളും നിയമങ്ങളും, ആഹാരം കഴിക്കാൻ വന്നിരിക്കുമ്പം പോലും ഓരോ നിയമങ്ങളും ചട്ടങ്ങളും ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മനു പറയാണ്, അദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസർ അല്ലായിരുന്നു, അതിൻ്റേതായ ഒരു ചിട്ടയൊക്കെ എപ്പോഴും കാണും എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അലീന പറയാണ്, എനിക്ക് പറ്റുന്നില്ല മനുവേട്ട, ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയതുപോലെ തോന്നുന്നെന്ന് പറയുകയാണ്. അപ്പം മനു ആശ്വസിപ്പിക്കുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, എപ്പോഴും ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഞാൻ അടുത്തില്ലെന്നും പറഞ്ഞ് നിനക്ക് ഒരു വിഷമം വേണ്ട. ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെയുണ്ട്. എന്ത് വിഷമം ഉണ്ടെങ്കിലും നിനക്ക് എന്നെ വിളിക്കാം. ഞാൻ നീ വിളിക്കുന്നിടത്ത് ഉണ്ടാകുമെന്ന് അലീനയെടുത്ത് മനു വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ കൂടുതൽ സംസാരിക്കുകയാണ്. അലീനയുടെ സങ്കടങ്ങളെല്ലാം മനുവിനോട് പറയുകയാണ്. അങ്ങനെ അലീന സ്റ്റാൻലിയുടെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാണ്. അതൊക്കെ അലീനയെ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടിക്കുന്നുണ്ട്.